എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ അധ്യായത്തിലേക്ക് സാദരം സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് സെൻകുമാർ സാറിന് പഴയ DGP പണി തിരിച്ചു കിട്ടാൻ പോവുകയാണ്. വ്യക്തത തേടി സർക്കാർ നൽകിയ ഹർജി മൈൻഡ് ചെയ്യാതെ സുപ്രീം കോടതി സെൻകുമാർ സാറിന് പെട്ടെന്ന് പണി കൊടുക്കാൻ പറഞ്ഞു. ഇനി പണിയിൽ തിരിച്ചു കയറ്റുന്നതിനുള്ള അല്ലറ ചില്ലറ ഫോർമാലിറ്റീസേ ഉള്ളൂ. സെൻകുമാർ സാറിന്റെ കണ്ടകശനി മാറിയോ എന്ന് വൈകാതെ അറിയാം. ഒരു നിമിഷം പോലും വൈകാതെ സെൻകുമാറിനെ DGP-ആയി നിയമിക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏക. DGP-ആയി സെൻകുമാറിന് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫായി നിയമിക്കണമെന്ന് പറഞ്ഞിട്ടും ആ വിധി നടപ്പാക്കാതെ 10 ദിവസമായി സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. കോർട്ടലക്ഷ്യ കേസിനെയും പരിഗണിക്കാൻ പോവുകയും കൂടിയാണ്. ചീഫ് സെക്രട്ടറി ജയിലിൽ പോകുന്ന സ്ഥിതി ഒഴിവാക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. മാത്രവുമല്ല, ഒരു വിവേകമുള്ള ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ സുപ്രീം കോടതി വിധി വന്നതിന് അന്ന് തന്നെ നടപടി സ്വീകരിക്കുമായിരുന്നു. ഇനി ആകെ കൂടെ 1.5 മാസം മാത്രമേ DGP കസേരയിൽ സെൻകുമാർ സാറിന് ഇരിക്കാൻ പറ്റൂ. ഉള്ള സമയം കൊണ്ട് വകുപ്പിനെ സ്വർഗമാക്കാനാണത്രേ സാറിൻ്റെ പരിപാടി. പിന്നെ DGP ജോലി തിരിച്ചു കിട്ടാൻ സെൻകുമാർ സാറിനേക്കാളും വിയർപ്പൊഴുക്കിയത് പ്രതിപക്ഷമാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലൊന്നും അധികം പോളിറ്റിക്സ് ഇല്ലാതെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം വരില്ല. എന്തായാലും ശരി, ഗവൺമെന്റിന് വീണ്ടും തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ചില കേസുകളിൽ വേണ്ട വിധം പ്രവർത്തിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സെൻകുമാർ സാറിനെ സർക്കാർ പണിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇനി വരുന്ന 1.5 മാസമെങ്കിലും അത്തരം കുറ്റങ്ങളും കുറവുകളും ഇല്ലാതെ സെൻസാർ പണിയെടുക്കുമോ എന്നാണ് സർക്കാരിൻ്റെ ശങ്ക. അപ്പോൾ സുപ്രീം കോടതി ഇത്രയും ശക്തമായ ഒരു വിധി നൽകിയിട്ടും ആ വിധി നടപ്പാക്കാതെ മുന്നോട്ട് പോയ സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണിത്. എന്തായാലും സർക്കാരിന് ഇഷ്ടമില്ലാത്ത പഴയ സെൻകുമാറായി ജോലി ചെയ്യാൻ അല്പം പ്രയാസമായിരിക്കും. അതുകൊണ്ട് പുതിയറായി വരുന്നതാണ് നല്ലത്. പുതിയ DGP-ആയി സെൻകുമാർ സാർ എന്തൊക്കെ ചെയ്യുമെന്നാണ് ഇനി കാണേണ്ടത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. ഇനി അങ്ങ് കോട്ടയത്തേക്കാണ്. 2 ദിവസം കൊണ്ട് വിവാദപുത്രനായ നമ്മുടെ ജോസ് മോൻ ലണ്ടനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നടന്നതൊന്നും പാവം ജോസ് മോൻ അറിഞ്ഞിട്ടില്ല എന്നാണ് മാണി സാർ പറഞ്ഞത്. എന്നാൽ സംഭവത്തിന് തലേന്ന് നടന്നതെല്ലാം ജോസ് മോൻ മണി പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ഒരു ധാരണ, അതിൽ മലക്കം മറിഞ്ഞത് കോൺഗ്രസ് പാർട്ടിയാണ്, അത് അട്ടിമറിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത് പറയാനുള്ള കാരണം അത് മാത്രമായിട്ട് ഹെഡിങ് അല്ല. ഇത് പറയാനുള്ള കാരണം അതോടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് പറയാനുള്ള കാരണം, ഒന്ന്, ചരൽക്കുന്നിൽ വെച്ച തീരുമാനം എന്ന് പറയുന്നത് അത് സ്വതന്ത്രമായി UDF-ന് വിട്ട് സ്വതന്ത്രമായുള്ള നിൽക്കാനായിട്ടാണ്. ആ തീരുമാനം എടുത്തതിന് ശേഷവും ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്തിൽ, കോട്ടയത്തുള്ള ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കണം എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു. അപ്പോ എന്ത് പ്രത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം. അതെ, ഒരു കോംപ്രമൈസും ഇല്ല. കോംപ്രമൈസ് ആയിരുന്നു ഉദ്ദേശമെങ്കിലും ഭീഷണിയുടെ ഭാഷ പുറത്തെടുത്ത് എന്തിനാ? പക്ഷെ ആ തീരുമാനം എടുത്തതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് അതിൻ്റെ പിറ്റേ ദിവസം DCC യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ, കേരള കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും അവർ UDF-നൊപ്പം നിലനിൽക്കാൻ പാടില്ല എന്ന് പറയുകയും അത് ബോധപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത് മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അതുമാത്രമല്ല ഇതിനു ശേഷം KPCC-യിൽ ഇത് ചർച്ചയാക്കുകയും UDF-ൽ ചർച്ചയാക്കുകയും ഇത്രമാത്രം അപമാനിക്കപ്പെടുകയും അതിനുശേഷം കേരള കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും ആ ഐക്യം പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുവാനും, അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ. അപ്പോ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ജോസ് മോനും. നാക്കുപിഴയുടെ കാലമാണല്ലോ ഇത്. വന്ന് നാക്ക് പിഴച്ചതേതാ പിഴയ്ക്കാത്തതേതാ എന്നൊന്നും തിരിച്ചറിയാൻ വയ്യാതായിരിക്കുന്നു. പറഞ്ഞു വരുന്നത് വനിതാ ലീഗ് നേതാവ് ഖമറുന്നീസ അൻവറിനെ കുറിച്ചാണ്. മൈക്ക് കണ്ടപ്പോൾ ചാടി വീണ് പ്രസംഗിക്കാൻ പോയ വനിതാ നേതാവിന് നല്ല അസല് പണികിട്ടി. സംഗതി എന്താണെന്ന് പറയാം. ഫണ്ട് പിരിവിന്റെ ഭാഗമായി കുറച്ച് BJP നേതാക്കൾ ഖമറുന്നീസയുടെ വീട്ടിൽ ചെന്നു. സംഭവം ഒന്ന് ഉദ്ഘാടിച്ച് 2 വാക്ക് സംസാരിക്കണമെന്നും പറഞ്ഞു. മൈക്ക് കിട്ടിയ തക്കത്തിന് ലീഗ് നേതാവായ ഖമറുന്നീസ BJP-യെ പൊക്കി 4 കാച്ചി. ഇപ്പോൾ
ലീഗ് നേതാക്കൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എന്നാലും BJP എന്ന പാർട്ടി കേരളത്തിലും പുറത്തും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ നന്മയ്ക്കും വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്യുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ വനിതാ നേതാക്കളെ കൊണ്ട് ലീഗുകാർക്ക് പൊല്ലാപ്പാണ്. അതുകൊണ്ടാണ് വനിതാ ലീഗ് സമ്മേളനം പോലും പുരുഷ നേതാക്കൾ നടത്തുന്നത്. ഖമറുന്നിസയെയൊക്കെ 2 വാക്ക് സംസാരിക്കാൻ ഇതുവരെ ലീഗ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ? ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഇട്ടിയോട് ചോദിക്കുകയും ഇട്ടിയത് സമ്മതിക്കുകയും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. ഖമറുന്നിസ അൻവർ ചെയ്തതിന് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിൻ്റെത് പോയിട്ട് ഒരു സാധാരണ പ്രവർത്തകന്റെ പോലും അനുമതി ഉണ്ടാവുകയില്ല. ഖമറുന്നിസയ്ക്ക് താൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പോഴും ബോധ്യമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. നാട്ടിൽ നടക്കുന്നതിനെ കുറിച്ചൊന്നും വലിയ വിവരമില്ലാത്തത് കൊണ്ടാണ്. എന്നാലും BJP എന്ന പാർട്ടി കേരളത്തിലും പുറത്തും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അതൊരു പിന്നെ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. പാർട്ടി അത് ഗൗരവമായിട്ട് തന്നെ എടുക്കും. അതിലെന്താ സംശയം? അവരെന്തു പറയുന്നു നോക്കട്ടെ. BJPയെ പുകഴ്ത്തി പറഞ്ഞ് പാർട്ടിയെ നാറ്റിച്ച ഖമറുന്നിസയോട് ലീഗ് വിശദീകരണം തേടിയത്രേ. ഇതേ തുടർന്ന് ഖമറുന്നിസ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പോലും. സംഭവിച്ചത് ഒരു നാക്കുപിഴയായിരുന്നു പോലും. നാക്കുപിഴ. അവര് നേരായ മറുപടി തരാൻ ബാധ്യസ്ഥയാണ്. അത് ഞങ്ങൾ രാവിലെ ജനറൽ സെക്രട്ടറിയും ഞാനും കൂടി തങ്ങളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. അവരോട് പിന്നെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതിനുള്ള അവരുടെ മറുപടി അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. പിന്നെ നമ്മളെന്ത് പഠിക്കാൻ പോകേണ്ടതെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ട, ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഇതൊക്കെ നാക്കുപിഴയാണെങ്കിൽ പിന്നെ തിരുവഞ്ചൂർ സാറിൻ്റെതൊക്കെ എന്താണെന്ന് ചോദിക്കേണ്ടി വരും ലീഗ് നേതാക്കളോട്. അല്ല, ഇപ്പം അവരുടെ മറുപടി എന്താണെന്നുള്ളത് ജനറൽ സെക്രട്ടറി ചോദിക്കട്ടെ. ആ ഡീറ്റെയിൽസ് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇപ്പോൾ മറുപടി അവർ കൊടുക്കുന്നത് അനുസരിച്ചിരിക്കും. തെറ്റാണ് ചെയ്തത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവർ അതിനുള്ള മറുപടി പറയണം. അല്ല, അതുകൊണ്ടാണ് മീഡിയയിൽ കണ്ടത് ഗൗരവമുള്ള കാര്യമാണ്. ജനറൽ സെക്രട്ടറിയെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ. ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് കിട്ടിയിട്ട് ബാക്കി പറയും. ഇനി പോയ വാരത്തെ കാഴ്ചകളിലേക്കാണ്. KSRTCയെ രക്ഷിക്കാൻ അങ്ങ് ദുബായിൽ നിന്നും പറന്നു വന്ന ഒരു മന്ത്രി പണി തുടങ്ങുന്നത് നമ്മൾ കണ്ടല്ലോ. നമ്മുടെ തോമസ് ചാണ്ടി സാർ ചാർജ് എടുത്ത ഉടൻ തന്നെ ഒരു സമരം നയത്തിൽ ഒത്തുതീർപ്പാക്കി നല്ലൊരു ബസ് മുതലാളിയാകാനുള്ള പുറപ്പാടിലാണ് അദ്ദേഹം. ജീവനക്കാരെ സോപ്പിട്ട് നിർത്തി കാര്യങ്ങൾ ശരിയാക്കാൻ ചാണ്ടി സാറിന് അറിയാമത്രേ. ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടികളെയാണ്. എല്ലാവർക്കും അതേ കയറാനാണ് ഇഷ്ടം. പക്ഷേ ഭീമമായ നഷ്ടത്തിൽ ഇത് എത്ര കാലം നടത്തിക്കൊണ്ട് പോകുമെന്നുള്ള സംശയത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ ഈ ഗവൺമെൻറ് അതിനെ കരകയറ്റാൻ തീരുമാനിച്ചു. ചാണ്ടി സാർ ഒരു മുതലാളിയാണെങ്കിലും തൊഴിലാളികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ബാക്കിയെന്തും. അതുകൊണ്ടാണ് KSRTCയിലെ മെക്കാനിക്കൽ തൊഴിലാളികളുടെ സമരം ചാണ്ടി സാർ പുഷ്പം പോലെ പരിഹരിച്ചത്. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി നിർത്തുന്നു, വൈകിട്ട് കയറിയാൽ 6 മണിക്കല്ല 7 മണിക്ക്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അടുത്ത ഡ്യൂട്ടിയും കൂടെ അന്ന് പകൽ വീട്ടിൽ പോയച്ച് വൈകിട്ട് വന്ന് കയറാം. അങ്ങനെ 2 ചെയ്താൽ പിറ്റേ ദിവസം ഒരു ഓഫ് കിട്ടും. അത് വേണ്ട, ഇപ്പം 4 ഞാൻ അടുപ്പിച്ച് ചെയ്തോളാം, എനിക്ക് 3 ദിവസം ഓഫ് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡിഫൻസ് വർക്ക്ഷോപ്പ്. ഇന്ന് തന്നെ സർവീസ് പുനരാരംഭിക്കണമെന്ന് യൂണിയൻ നേതാക്കളോട് ആവശ്യപ്പെട്ടു. അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനിയുമുണ്ട്. KSRTCയിലെ പാട്ട സ്പാനറും യന്ത്രങ്ങളുമൊക്കെ മാറ്റി പുതിയതാക്കാനും മന്ത്രി പദ്ധതിയിട്ടിട്ടുണ്ട്. വർക്ക്ഷോപ്പുകൾ നവീകരിക്കണം എന്ന യൂണിയനുകളുടെ ആവശ്യം അതെനിക്ക് തോന്നി വളരെ ന്യായമാണ്. കാരണം ഈ അലേജ്മെൻ്റ് ഒക്കെ ചെയ്യാൻ 10-20 കിലോമീറ്റർ അകലെ ടയർ കൊടുത്തയക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പഴയ കാലത്തെ പോലെ സ്പാനർ വെച്ച് നട്ടൂരുന്ന സമ്പ്രദായമൊക്കെ മാറ്റി അതിന് ലേറ്റസ്റ്റ് മെഷീനുണ്ട്, അതൊക്കെ വാങ്ങിക്കാൻ. അപ്പം തൊഴിലാളികൾക്കും സഹായമാവും, നമുക്ക് കൂടുതൽ ജോലി അവർ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചെയ്തു തരും. അത് അടിയന്തരമായി നടപ്പിലാക്കാൻ അത് മാനേജിംഗ് ഡയറക്ടർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാക്കുപിഴച്ച പാവം തിരുവഞ്ചൂർ സാറിനെതിരെ ദുഷ്ടന്മാരായ ഭരണപക്ഷത്തിന്റെ ആക്രമണം നമ്മൾ കണ്ടല്ലോ. തിരുവഞ്ചൂർ സാറിന്റെ അസുഖ വിവരം അറിയാതെ കളിയാക്കിയത്
എന്തായാലും കഷ്ടമായിപ്പോയി. എൻ്റെ പ്രസംഗത്തിന് അന്ന് ചില വാക്കുകൾ വ്യത്യാസം വന്നു. സാർ, എനിക്ക് എൻ്റെ ഷുഗർ ഡൗൺ ആയതാണ്. ഡൗൺ ആയ സമയത്ത് എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. സാർ, അതേ പ്രസംഗത്തിൽ അതേ സഭയിൽ നടന്ന മറ്റ് ചിലരുടെ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ധൈര്യവും ഇല്ല, കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താവും. സാർ, ഇവിടെ പ്രശ്നം സാർ വളരെ നിർദ്ദയമായിട്ട്, വളരെ ക്രൂരമായിട്ട് ഈ രൂപത്തിൽ ഒരാളിന് ഒരു ഷുഗർ ഡൗൺ ആയി പോകുമ്പോൾ നാക്ക് കുഴഞ്ഞു പോയാൽ അതുപോലും പ്രചരണമാക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനത്തെ ഞാൻ യോജിക്കുന്നില്ല. അങ്ങ് സഭാരേഖകളിൽ അത് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിനേക്കാളെല്ലാം ദുഷ്ടത്തരം കാണിച്ചത് നമ്മുടെ സ്പീക്കറായിരുന്നു. പാവം തിരുവഞ്ചൂർ സാർ ചോദിച്ചിട്ട് അദ്ദേഹം ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ലത്രേ. എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയ എന്താണ് സാർ? ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അങ്ങയുടെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണെന്ന് കാണുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വെള്ളത്തിന് പറഞ്ഞല്ലോ, അന്ന് എനിക്കൊരു തുള്ളി വെള്ളം തരാൻ അങ്ങ് പറഞ്ഞിരുന്നത് എന്റെ പ്രശ്നം തീരുമാനം. ഉമ്മറിന്റെ അത്ര അടുപ്പമില്ല അങ്ങയുമായിട്ട്. ഉമ്മറിന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് അതുകൊണ്ട് രാവിലെ ഞാൻ നിയമസഭയിൽ വരുന്നത് ഡോക്ടറെ കണ്ട് പരിശോധനയൊന്നും നടത്തിയിട്ടല്ല. വന്നു, സംസാരിച്ചു. സംസാരത്തിന്റെ ഒരു സമയത്ത് എന്റെ സത്യമാണ്, ഞാനതിനെ എതിർക്കുന്നില്ലല്ലോ. അത് പ്രകൃതി ആയുധമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തെ ഞാൻ എതിർത്തു മാത്രമേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിരുന്നില്ല. അധ്യാപകനായ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായാൽ പിന്നെ കുട്ടികൾക്കെല്ലാം കഷ്ടപ്പാടാണ്. സ്കൂളിലെ സാറന്മാരെ സഹിക്കുന്നതോ പോട്ടെ, ഇപ്പോ മന്ത്രിയുടെ ക്ലാസ്സും കേട്ടിരിക്കണം. ഇതാ നമ്മുടെ രവീന്ദ്രനാഥ് സാറിന്റെ ഒരു ക്ലാസ് എടുപ്പ്. അവിടുന്ന് വലുതായി പോകുമ്പോൾ എന്താണ്ടാണെ നോക്കിക്കോളൂ. അങ്ങനെ വൈജ്ഞാനിക വികാസം ഉണ്ടായി, ചിന്ത വളർന്ന് നോക്കൂ, നമ്മൾ വളർന്ന് എങ്ങനെ വയസ്സൊക്കെ കൂടി തടിയൊക്കെ കൂടി വലിയ കുട്ടികളായിട്ട് ആ വളർച്ചയും കൂടി വരുമ്പോൾ, എല്ലാ വളർച്ചയും കൂടിയാവുമ്പോൾ ഈ വളർന്നു വന്ന ചിന്ത പതുക്കെ അന്വേഷണം എന്നുള്ള തലത്തിലേക്ക് മാറും. അതുവരെ എന്തായിരുന്നു? അറിവ് കൂട്ടിയിണക്കി, ഇതെന്താ അങ്ങനെ, ഇത്രയൊക്കെ ഉള്ളു ചിന്ത. ഇനി എന്താ കുഴപ്പം? ഞാൻ പറയൂ, ഇതാണ് അന്വേഷണം. എന്താ അങ്ങനെ കേൾക്കണ്ട? അതെന്താ അങ്ങനെ? ഐസക് ന്യൂട്ടൻ ആപ്പിൾ മരത്തിന്റെ കീഴിലിരുന്ന് വെറുതെ നോക്കിയിരുന്നപ്പോ ഒരാപ്പിള് അത് കാണണേ ഉള്ളൂ. ഇനി അതിന്റെ അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ന്യൂട്ടൻ ആലോചിക്കുകയാണ്, എന്താ ആപ്പിള് താഴത്തേക്ക് വീണത്? ആപ്പിളിന് പറയൂ മുകളിലേക്ക് പോയെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി തിങ്കളാഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.